ഹലോ, മൊമെൻറ്റ്സ് ആൻഡ് മെമ്മറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വെറുതെ പുറത്തേക്ക് ഇറങ്ങാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അമ്മ വിചാരിച്ചതിനേക്കാൾ കുറച്ച് മുമ്പ് നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണേ. കുറച്ച് ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുക. അപ്പോൾ അവിടെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ കണ്ടു കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതാണ് ഇന്നത്തെ വീഡിയോ. ഹായ് ഹായ് സച്ചുമ, ഹായ് ചച്ചു, നമ്മൾ എച്ച് മാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏഷ്യൻ സ്റ്റോറിലാണ് വന്നേക്കുന്നത്. ഇവിടെ നമ്മൾ കുറേ നാളായിട്ട് വരണം, ഒരു വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചിട്ട് നടന്നില്ല. ഫൈനലി നമ്മൾ തിരക്കിട്ട് വന്നേക്കും. ഇന്നിപ്പോൾ നല്ല തിരക്കാ, സൺഡേയാ. ശരിക്കും ഇവിടെ ഇങ്ങനത്തെയൊക്കെ സ്ഥലങ്ങളിൽ വീക്ക് ഡേയ്സിൽ വരുന്നതാണ് നല്ലത്. നമ്മുടെ നാട്ടിലെ റംബൂട്ടാൻ ഉണ്ട്. അത് ഒരു LBക്ക് 2.49 വില. ചക്ക, ഫ്രഷ് ചക്കപ്പഴം ഒക്കെയാണ്. ഇത് മുറിച്ച പീസും ഉണ്ട്, ഒന്നോടെ ഉള്ളതും ഉണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ ഈ മുറിച്ചത് വന്ന് വാങ്ങാറുണ്ട്. ഇവിടെ തേങ്ങ, കരിക്ക്, അതേപോലെ തന്നെ ഉണങ്ങിയ മഷ്റൂം, ഏത്തപ്പഴം, പലതരത്തിലുള്ള ബനാനാസ്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടായിരുന്നേ. പേരയ്ക്ക ഉള്ളിൽ പിങ്ക് കളർ ഉള്ളതാണ്. മഷ്റൂം ഉണങ്ങിയത്, ഇതുവരെ എന്താ ചെയ്യാന്ന് എനിക്കറിയില്ല. ഡ്രൈഡ് മഷ്റൂം ആണ്. എന്ത് ചെയ്യാൻ പറ്റുമായിരിക്കും? ഇതെല്ലാം ഫ്രൂട്ട്സ് ആണ്. ഇത് നല്ല മുള്ളുണ്ട് കേട്ടോ. ഇത് ഡുറിയാൻ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് ആണ് കേട്ടോ. ഇതിന് ഭയങ്കര ടേസ്റ്റ് കൊള്ളില്ല എന്നാണ് പറഞ്ഞു കേട്ടേക്കുന്നത്. എനിക്കൊന്ന് ട്രൈ ചെയ്യണമെന്ന് കേട്ടോ ഒരിക്കൽ. പക്ഷെ ഇത്രയും വലുത് വാങ്ങിയിട്ട് ഞാൻ എന്ത് ചെയ്യാനാന്ന് വിചാരിച്ചിരുന്നേ. ചെറിയ ടിന്നിലുണ്ടാവും കേട്ടോ, ടേസ്റ്റ് ചെയ്യാൻ ഉണ്ടെങ്കിൽ അതൊരെണ്ണം വാങ്ങാം. ഇത് കണ്ട പല വ്യത്യസ്തമായ മഷ്റൂംസിന്റെ ഒന്നിച്ചുള്ള ബാഗാണ്. ഇത് വേണോ അമ്മേ? ട്രൈ ചെയ്ത് നോക്കണോ? മഷ്റൂം, റാഡിഷിന്റെ സ്പ്രൗട്ടാണ്. റാഡിഷ് സ്പ്രൗട്ടാണത്. കൂണുകൾ കണ്ടോ, എന്ത് വ്യത്യാസമായിട്ടുള്ള കൂണുകളാണ്. പല വെറൈറ്റിയിലുള്ള മഷ്റൂമുകളാണ് കേട്ടോ. ഓയിസ്റ്റർ മഷ്റൂംസ്, സ്നോ വൈറ്റ് മഷ്റൂം, എനോക്കി മഷ്റൂം. ഇത് കാണാൻ നല്ല രസമുണ്ട്. മഷ്റൂംസ് കാണാൻ നല്ല ഭംഗിയുള്ള മഷ്റൂം. അമ്മ പറഞ്ഞു കുറച്ച് കാണാൻ ഭംഗിയുള്ള മഷ്റൂം എടുക്കാൻ. അങ്ങനെ ഞാൻ ഈ മഷ്റൂമാണ് എടുത്തത്. ട്രൈ ചെയ്ത് നോക്കാം. ഈ പയറിന് നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താ പറയുക? നമ്മളൊക്കെ ഇതിന് വാളരി പയർ എന്നാണ് പറയാറുള്ളത്. അതേപോലെ കറിവേപ്പില ഉണ്ടായിരുന്നു. കറിവേപ്പില ഒരു പാക്കറ്റ് നമ്മൾ എടുത്തു. പിന്നെ സുക്കീനി, അതേപോലെ തന്നെ ബീട്രൂട്ട്, കോവയ്ക്ക, മത്തങ്ങ, വാഴയില, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളൊരു പീസ് ചെറിയ മത്തങ്ങ എടുത്തു എരിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സാക്ഷി സാധാരണ ഉറങ്ങാറുള്ള സമയത്തായിരുന്നു ഇന്ന് ഞങ്ങൾ ഷോപ്പിങ്ങിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവൾ കുറച്ച് ക്രാങ്കി ആയിരുന്നു. ഇത് കണ്ടോ, നിറച്ച് ലീഫി വെജിറ്റബിൾസ്, ഒരുപാട് വെറൈറ്റി സാധനങ്ങളുണ്ട്. ചിലതൊന്നും ഞാൻ കണ്ടിട്ട് കൂടിയില്ല കേട്ടോ. ഇതൊക്കെ പുതിയ സാധനങ്ങളൊക്കെ, കുറേ സാധനങ്ങൾ നമുക്ക് ഏഷ്യൻ സ്റ്റോറിലൊക്കെ പോകുമ്പോൾ ഇതേപോലെ കാണാൻ പറ്റും. ഇത് കണ്ടോ, പൊട്ടറ്റോസ് ആണേ. ഇത് നമുക്ക് വലിയ ബാഗായിട്ടും വാങ്ങാം. അതേപോലെ ഓരോന്നായിട്ട് ഇങ്ങനെ പിക്ക് ചെയ്ത് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും വെയിറ്റ് അനുസരിച്ച് എടുക്കുകയും ചെയ്യാം. ഈ പല കളറുള്ള പൊട്ടറ്റോസ് ഇത് ഞാൻ ഇടയ്ക്ക് വാങ്ങാറുണ്ട് കേട്ടോ. നമ്മുടെ രീതിയിലൊന്നും അല്ല കറി വെക്കാറുള്ളത്. അത് ഞാൻ ബേക്ക് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. വൈഗ പൊട്ടറ്റോസൊക്കെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ളതൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നതാണ് അമ്മയുടെ ഫേവറേറ്റ് ചീനി. ഇത് മിക്കവാറും എവിടെ കണ്ടാലും നമ്മൾ ചീനി വാങ്ങാറുണ്ട് കേട്ടോ. കാരണം അമ്മയ്ക്ക് നല്ല ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. ഇതിൻ്റെ കൂടെ മുളകുടച്ചതൊക്കെ കൂട്ടിയാണ് നമ്മൾ പുഴുങ്ങിയിട്ട് കഴിക്കുക. കരിമ്പ്, ഇത് നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി. ഇത് ഓറഞ്ച് എന്നായിരുന്നു അവർ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത് വലുതാണ് കേട്ടോ. എന്നാൽ കമ്പിളി നാരങ്ങയുടെ അത്ര വലിപ്പമില്ല, എന്നാൽ ഓറഞ്ചിനേക്കാൾ വലിയ സൈസാണ് താനും. ശരിക്കും പറഞ്ഞാൽ നമ്മളിത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പം ശരിക്കും കമ്പിളി നാരങ്ങ കഴിക്കുന്ന പോലെ തന്നെ ഉണ്ടായി.
ഇത് കാടമുട്ടയാണ്. നമ്മുടെ സാധാരണ കടകളിലൊന്നും ഈ കാടമുട്ട ഇവിടെ കിട്ടാറില്ല. ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഏഷ്യൻ കടകളിൽ നിന്നും തന്നെ പോയി വാങ്ങണം. ഞാനിവിടെ ഒരു ട്രേ കാടമുട്ട എടുത്തിട്ടുണ്ട്. ഇവിടെ പ്ലേറ്റ്സ്, കപ്സ്, ചെറിയ ബൗൾസ്, റൈസ് കുക്കർ, കെറ്റിൽസ്, അതേപോലെ തന്നെ സ്റ്റീമർ, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളും ഇവിടെ ഉണ്ടായിരുന്നേ. സ്റ്റീലിന്റെ കപ്പ് ഇടിക്കുന്ന നല്ല ഭംഗിയുള്ള കല്ല്. നല്ല തവ, കുഞ്ഞു കുഞ്ഞു ഭരണികള്, മഡ് പോട്ട്, ചട്ടി തന്നെ മഡ് പോട്ട് എന്ന് വരെ എഴുതിയിട്ടുണ്ട് ചട്ടിയ. ഓ നല്ല ക്യൂട്ട് ഒരു പാത്രം. ഇത് കാസ്റ്റേണ കൊള്ളാല്ലേ. എല്ലാം കാസ്റ്റേണ. അതെന്തത്? റൈസ് കണ്ടുമ്പോ റൈസ് വെക്കുന്ന ബോക്സാ. റൈസ് ഒക്കെ ഇട്ട് വെക്കുന്ന പോലത്തെ ബോക്സും അതിന്റെ മെഷറിംഗ് കപ്സും അങ്ങനെ ചെറുതും ഉണ്ട്. ഇത് കൊള്ളാം. ഫേസ് മാസ്കുകള്. ഇതൊക്കെ ബേബി ഒക്ടോപ്പസ് ആണ്, അതായത് കുഞ്ഞ് നീരാളി കുഞ്ഞുങ്ങൾ. അതേപോലെ തന്നെ സ്ക്വിഡ്, നമ്മുടെ എന്താ പറയുക കൂന്തൽ, അത് വലുതും ചെറുതും കൂന്തൽ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ മാക്രൽ, നമ്മുടെ അയല, പിന്നെ എന്താ പറയുന്ന ഗോൾഡൻ പൊംപാനോ, അതേപോലെ തന്നെ ഷ്രിമ്പ്, അത് തല കളഞ്ഞതും തലയുള്ളതും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള പല ഷ്രിമ്പുകൾ ഉണ്ടായിരുന്നു. വലുതും ചെറുതും തല കളഞ്ഞതും നന്നാക്കിയതും നന്നാക്കാത്തതും അങ്ങനെ ഒരുപാട് വെറൈറ്റി ഷ്രിമ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഈ കൗണ്ടറിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിഷ്ടമുള്ള ഫിഷ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് തൂക്കത്തിൽ എടുത്തു കൊടുത്ത് അവരുടെ അടുത്ത് പറഞ്ഞ് എങ്ങനെ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരത് കട്ട് ചെയ്ത് നന്നാക്കി തരും. അത്ര അടിപൊളിയായിട്ട് നന്നാക്കത്തൊന്നുമില്ല, പക്ഷേ അത്യാവശ്യം നന്നാക്കി തരും. നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് കുറച്ചുകൂടെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കേണ്ടി വരും, എന്നാലും കുഴപ്പമില്ല. ഈ മീനിൻ്റെ പേര് അമ്മ പറഞ്ഞത് ഏട്ട എന്നാണ്. ഏട്ട അല്ലെങ്കിൽ കൂരി എന്നാണ് നാട്ടിലിതിന്, കോട്ടയത്തൊക്കെ പറയുക എന്ന് അമ്മ പറഞ്ഞു. പക്ഷേ ഈ മീൻ നമ്മൾ കുക്ക് ചെയ്യാറില്ല എന്നാണ് അമ്മ പറഞ്ഞത്. അമ്മ ഇത് ഉണ്ടാക്കിയിട്ടില്ല എന്ന്. പക്ഷേ ഇതിഷ്ടമുള്ള ആൾക്കാരുണ്ട്, പക്ഷേ അമ്മയ്ക്കൊന്നും അത് ഇഷ്ടമില്ലാത്ത ഫിഷാന്ന് പറഞ്ഞു. ഈ കാണുന്നത് ബ്ലൂ ക്രാബ്സ് ആണ്. ഇതിൻ്റെ ബോർഡ് അവർ വെച്ചിട്ടുണ്ടായിരുന്നത് ലൈവ് ബ്ലൂ ക്രാബ് ഫീമെയിൽ എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് ഒന്നും ജീവനോടെ ഇല്ല. സാധാരണ നമ്മൾ ചെല്ലുമ്പോൾ ചിലതൊക്കെ ഇങ്ങനെ എഴഞ്ഞ് കിടക്കുന്ന കാണാം. പക്ഷേ ഇന്ന് നമ്മൾ കണ്ടപ്പം ഒന്നിനും ജീവൻ ഉണ്ടായിരുന്നില്ല, എല്ലാം ചത്തിട്ടുണ്ടായിരുന്നു. അതേപോലെയാണല്ലോ അതുങ്ങളൊക്കെ ഇതിനകത്ത് ഇട്ട് വെച്ചിട്ടുള്ളത്. നമ്മളിവിടുന്ന് കുറച്ച് അയലയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ വെട്ടിയൊന്നും വാങ്ങിയില്ല, കാരണം അമ്മയ്ക്ക് വീട്ടിൽ കൊണ്ടുപോയി അമ്മയ്ക്ക് സ്വന്തമായിട്ട് വെട്ടുന്നതാണ് താല്പര്യം. അതുകൊണ്ട് നമ്മൾ വെട്ടാതെ അയല തൂക്കിങ് വാങ്ങിക്കൊണ്ട് പോരുമായിരുന്നു ചെയ്തത്. ഏട്ടൻ എല്ലാ മീനുകളൊന്നും കഴിക്കില്ല കേട്ടോ. ഈ അയല, മത്തി അങ്ങനത്തേതൊന്നും ഏട്ടൻ കഴിക്കാറില്ല. ഏട്ടന് വല്ല ഷ്രിമ്പ് അല്ലെങ്കിൽ നെയ്മീൻ അങ്ങനത്തേതൊക്കെ വേണം. അതുകൊണ്ട് നമ്മൾ ഈ ചെറിയ ഷ്രിമ്പ്, ഏട്ടന് ചെറിയ ഷ്രിമ്പാണ് ഇഷ്ടം, അതുകൊണ്ട് നമ്മൾ അത് കുറച്ച് വാങ്ങി. ഇത് കണ്ടോ, ഈ കാണുന്നത് കുഞ്ഞ് നീരാളിയാണ്. കുഞ്ഞ് ഒക്ടോപ്പസിനെ ഏതാണ്ട് സാലഡാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതൊക്കെ വാങ്ങി കഴിക്കാൻ ആൾക്കാർ അവിടെ ലൈനിൽ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ ഷെൽ ഫിഷുകളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ പച്ചമീൻ സാലഡ്സും ഉണ്ടായിരുന്നു. ഇതൊക്കെ ഷെൽഫിഷുകളാണ്. പല വെറൈറ്റിയിലുള്ള ഷെൽഫിഷുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇതാണ് ഓയിസ്റ്റർ ഉണ്ടായിരുന്നു. ഈ കാണുന്നതൊക്കെ ലോബ്സ്റ്റേഴ്സാണ്. ഇത് പല വെറൈറ്റിയിലുള്ള ലോബ്സ്റ്റേഴ്സ് ഉണ്ട്. ഓരോ വെറൈറ്റീനെയും ഓരോ
പ്രത്യേകം ടാങ്കുകളിലാണ് അവരിട്ടിരിക്കുന്നത്. അതിൻ്റെ കൈയും കാലും ഒക്കെ കെട്ടി പൂട്ടി ഒന്നിച്ചിങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഇത് കുറച്ചേ ഉള്ളൂ, പക്ഷേ ഇത് നോക്കൂ, ഇതിൽ നിറച്ച് ഒരുപാടുണ്ട്. അതിനെ എല്ലാത്തിനെയും കൈയും കാലും കൂട്ടി കെട്ടി ഒന്നിച്ചിങ്ങനെ നിറച്ചിട്ടിരിക്കുകയാണ്. കഷ്ടം തോന്നും കണ്ടാൽ. ഇതൊക്കെ ഫിഷൊക്കെ കഴിക്കുന്ന ആളാണ് ഞാനും, എങ്കിലും ലോബ്സ്റ്റർ ഒന്നും കഴിക്കാറില്ല. പക്ഷേ ജീവനോടെ ഇങ്ങനെ അതുങ്ങളെ ഇട്ട് ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്ന പോലെ ഉള്ളൊരു തോന്നലാണ് കാണുമ്പം. ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് വട്ടാന്ന് തോന്നുന്നവരുണ്ടാവും, പക്ഷേ എന്തോ എനിക്കത് കാണുന്ന ഇച്ചിരി വിഷമം കേട്ടോ. നമ്മൾ അയല വാങ്ങി, അയല 1 കിലോ. സാധാരണ വോയിസ് ഓവർ ചെയ്യാൻ പൊതുവേ എനിക്ക് കുറച്ച് മടിയാട്ടോ. പക്ഷെ എന്ത് പറയാനാ, ഇത്തവണ വീഡിയോ എല്ലാം റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് കേൾക്കുമ്പോഴാണ് അതിൻ്റെ ഓഡിയോ അത്ര ക്ലാരിറ്റി പോരാ. നിങ്ങൾക്ക് ഇതിനിടയ്ക്ക് കേട്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് കുറേയേറെ ഇത്തവണ വോയിസ് ഓവർ ചെയ്യുന്നത്. ഇതാണ് ഞാൻ മുമ്പ് പറഞ്ഞ ഹവായിയൻ പോക്കി ബോൾ. ഇതിൽ കുറേയേറെ മീനുകളും പച്ചയ്ക്ക് മുറിച്ചിട്ട് അതിൻ്റെ ഒപ്പം സോസും കുറേ സീസണിങ് ഒക്കെ ചേർത്ത് വെച്ചിരിക്കുന്നതാണ്. അതാണ് വാങ്ങി കഴിക്കുന്നത്. ചില സാധനങ്ങൾ മാത്രം കുക്ക്ഡ് ആയിട്ടുള്ളതുണ്ട്, അത് അവർ പ്രത്യേകം ബോർഡ് വെച്ചിട്ടുണ്ട് കുക്ക്ഡ് ആണെന്നുള്ളത്. പക്ഷേ കൂടുതലും എന്താ പറയുക, റോ ഫിഷാണ്. അതെ, ചൈനീസ് നൂഡിൽസ് വെച്ചിട്ട് അമ്മ എന്തായാലും പറയാ ഉപ്പുമാവ് ഉണ്ടാക്കി. അത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇത് റൈസ് നൂഡിൽസ് ആണ്. ഇത് വെച്ചിട്ട് അമ്മ ഉപ്പുമാവ് ഉണ്ടാക്കിയില്ലമ്മേ. അത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് നമ്മളിപ്പം നാട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് വാങ്ങി. നമുക്ക് വീട്ടിൽ ചെന്നിട്ട് നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട്. നൂഡിൽസ് അല്ല, എന്തായാലും പറയാ ഉപ്പുമാവ്. വൈകത നൂഡിൽ ബൗൾസ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന എക്സൈറ്റ്മെൻറ്റാണ് ഈ കാണുന്നത് കേട്ടോ. അവൾക്ക് ഈ നൂഡിൽസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ബൗൾസ് വാങ്ങിയിട്ട് മൈക്രോവേവ് ചെയ്ത് കഴിച്ചാൽ മതിയാവും. അതിൻ്റെ എല്ലാ ഫ്ലേവറും ഒക്കെ അതിനുള്ളിൽ തന്നെ അവർ ആഡ് ചെയ്തിട്ടുണ്ടാവുമേ. ഞാനൊരു തവണ വൈകി കഴിച്ചുകൊണ്ട് നിന്നപ്പോൾ ടേസ്റ്റ് ചെയ്ത് എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പം ഞാൻ ഓർത്തു എനിക്ക് വേണ്ടി ഞാനൊരെണ്ണം ഇത്തവണ വാങ്ങി നോക്കാവുന്നേ. അപ്പം ഞാൻ അവളോട് ഇങ്ങനെ ചോദിക്കുമായിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം അവൾ ഏതായിരുന്നു നൂഡിൽ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ ഞാൻ അവളോട് ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കുമായിരുന്നേ. ഇതായിരുന്നു എന്ന് വൈകി പറയുന്നു. This one, right? No, this was it last time, but this was very spicy. I know that. വൈകി ലാസ്റ്റ് ടൈം കഴിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല എരിവായിരുന്നു. ഇതെല്ലാം ഫ്രോസൺ ആട്ടോ. ഫ്രോസൺ ഒക്ടോപ്പസിനൊക്കെ വെച്ചിരിക്കുന്നുണ്ട്. ഫ്രോസൺ ഒക്ടോപ്പസ്. ഇതാ വൈകി ഇവിടെയുണ്ട് നൂഡിൽ ബൗൾസ്. ഇതെല്ലാം ഫ്രോസൺ ഞണ്ട്, ഫ്രോസൺ ക്രാബ്. ഓ, നമ്മൾ കഴിക്കില്ലാത്ത ഒരു സാധനമാണ് ക്രാബ്. അതുകൊണ്ട് അതിലേക്ക് നോക്കേണ്ട കാര്യമേ ഇല്ല. ഈ കുഞ്ഞു ഒക്ടോപ്പസ് ആണ്. ഞാനെന്താ ഈ ഒക്ടോപ്പസിനെ കുറിച്ച് കുറേ അധികം പറയുന്നതെന്നോ? ഞാനിത് കഴിക്കാറില്ല. എനിക്ക് ആലോചിക്കാൻ കൂടി പറ്റുന്നില്ല ഇങ്ങനൊരു ജീവിയെ കഴിക്കുന്നതിനെക്കുറിച്ച്. അതുകൊണ്ടാണ് ഞാൻ ഈ കൂടുതൽ ഇതിനെ കാണുമ്പോൾ എനിക്ക് എപ്പോഴും കൗതുകമാണ്, ഇതൊക്കെ ആൾക്കാർ വാങ്ങി കഴിക്കുന്നുണ്ടല്ലോ എന്ന്. ഇന്ത്യൻ സ്നാക്ക്, ഇന്ത്യൻ നട്ട്സ്, ഇന്ത്യൻ ഗ്രെയിൻസ്. ഈ ഏഷ്യൻ സ്റ്റോറിൽ ഇന്ത്യൻ ഐറ്റംസ് മാത്രം വെക്കുന്ന ഒരു അയൽ കൂടി ഉണ്ടായിരുന്നേ. അവിടെ നമ്മുടെ മിക്സ്ചർ, ഉപ്പേരി, നമ്മുടെ കപ്പലണ്ടി വറുത്തത്, അതേപോലെ നമ്മുടെ മസാലകൾ, നമ്മുടെ ജ്യൂസ്, ഇന്ത്യൻ ഐറ്റംസ്, ഗുഡ് ഡേയുടെ ബിസ്ക്കറ്റ്, ഹൈഡ് ആൻഡ് സീക്കിൻ്റെ ബിസ്ക്കറ്റ്, പിന്നെന്താ പറയുന്ന റോസ് സിറപ്പ്, അങ്ങനത്തെ കുറേ ഇന്ത്യൻ ഐറ്റംസ് മാത്രം ഉള്ള ഒരു അയലും കൂടെ അവിടെ ഉണ്ടായിരുന്നേ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, നമ്മുടെ അവല്, അങ്ങനത്തെ ഒരുപാട് ഇന്ത്യൻ ഐറ്റംസ് ഉണ്ടായിരുന്ന ഒരു അയലായിരുന്നു ഇത്. ഈ പെരിഞ്ചീരകം, പോപ്പി സീഡ്സ്, അങ്ങനെ ഉള്ള സാധനങ്ങളൊക്കെയാണ്. കടല, പരിപ്പ്, പയറ്. ഇതെന്താ വൈകിയത്? റൈസ് ആണോ? സീ സോൾട്ട് ആണ്. അവരുടെ ഏഷ്യൻ ജ്യൂസുകളൊക്കെയാണ് ഇരിക്കുന്നത്. ഏഷ്യൻ ടേസ്റ്റിലുള്ള ജ്യൂസ്. മിൽക്ക് കോഫി, സ്വിസ് റോൾ, ഗ്രീൻ ടീയുടെ ഫ്ലേവറിലുള്ള സ്വിസ് റോള്, അങ്ങനെ പല ഫ്ലേവറിലുള്ള സ്വിസ് റോള് കട്ട് ചെയ്തതുണ്ട്. ഫ്രോസൺ സെക്ഷൻ ആണ്. ട്രോപ്പിക്കാനയുടെ ജ്യൂസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ. പിന്നെ സോഡാസ്. നമ്മൾ വാങ്ങുന്ന യോഗട്ട്.
ഇതാണ് അവരുടെ എഗ്ഗിൻ്റെ സെക്ഷൻ ഉള്ള അയല. ഇവിടെ കോഴിയുടെ മുട്ടയുണ്ട്, അതേപോലെ തന്നെ താറാവ് മുട്ട, അതേപോലെ കാടമുട്ട, പിന്നെ ഒരു വെറൈറ്റി സംഭവമുണ്ട്. ഏട്ടനെടുത്ത് കാണിക്കുന്നതാണ്. അത് താറാവിൻ്റെ മുട്ട അട വെച്ചിട്ട് അത് കുട്ടി പകുതി വരെ വിരിയുമല്ലോ, അതായത് പകുതി വിരിഞ്ഞിച്ച താറാമുട്ട. എന്നിട്ട് പകുതി വിരിഞ്ഞ് കഴിയുമ്പോൾ അവരതെടുത്ത് മാറ്റിയിട്ട് അങ്ങനെ വയ്ക്കും. അതോടുകൂടി ആൾക്കാർ കഴിക്കുന്നതാണ്. ഇങ്ങനെയൊക്കെ ആൾക്കാർ കഴിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ ഇതൊക്കെ കാണുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഇതെല്ലാം എഗ്സ് ആണ് കേട്ടോ. ഇതെല്ലാം പല വെറൈറ്റി എഗ്ഗുകളാണ്. ഓ കൊള്ളാലോ. താറാമുട്ടയുടെ മഞ്ഞ മാത്രം. ഇത് കോഴിമുട്ടയുടെ ആയിരിക്കും, എല്ലാം മഞ്ഞ തന്നെ. ഇതാ നമ്മുടെ ഇത് മുട്ട പുഴുങ്ങിയത്, കാന്റലൂപ്പിന്റെ ഫ്ലേവറിലുള്ള ബ്രെഡ് ടോസ്റ്റ്. ഇതാ ഇങ്ങനെ ഓരോന്നിന്റെ ഉണ്ട് കേട്ടോ. വാട്ടർമെലണിന്റെ ഫ്ലേവറിലുള്ള ടോസ്റ്റ്, അതായത് ബ്രെഡാണ്, ബ്രെഡ് ടോസ്റ്റ് ആണ്. വാട്ടർമെലൺ ഫ്ലേവർ, മാംഗോയുടെ ഷേപ്പില് മാംഗോയുടെ ഫ്ലേവറിലെ ബ്രെഡ്. ബട്ടർ കുക്കീസ് ഇത് ഇവിടെ കിട്ടും കേട്ടോ. ബട്ടർ കുക്കീസിന്റെ വലിയ ബോക്സ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കോപ്പിക്കോ എന്ന് പറയുന്ന മിഠായി ഇവിടെയുണ്ട്. ഇവിടെ എല്ലാം സ്നാക്സ് ആണ്. നമ്മൾ ഈ സാധാരണ ഈ സാധനം വാങ്ങാറുണ്ട്. അതിന്റെ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയത് ക്യാപിച്ചിനോ ഫ്ലേവർ ആയിരുന്നു. അതെനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. അപ്പൊ നമ്മൾ ഇത്തവണ മാച്ച. പക്ഷേ ഉറക്കം എല്ലാം കൊളാക്കി ഞങ്ങൾ ഇന്ന് വന്നേക്കുന്നത്. അതുകൊണ്ട് നാട്ടിൽ പോകുന്ന അമ്മയ്ക്ക് വേണ്ടിയിട്ടല്ല കൂടുതൽ സാധനങ്ങൾ വാങ്ങിയിട്ടുള്ളത് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വീട്ടിലേക്കുള്ള സാധനങ്ങളാണ് കൂടുതലും വാങ്ങി വെച്ചിട്ടുണ്ടായത്. കാരണം അമ്മ പോയ ഉടനെ തന്നെ ഷോപ്പിങ്ങിനായിട്ടൊന്നും പുറത്തേക്ക് ഇറങ്ങേണ്ട ആവശ്യം വരില്ലല്ലോ. അതുകൊണ്ട് കുറേ അധികം സാധനങ്ങളൊക്കെ ഞാൻ വീട്ടിലേക്ക് വാങ്ങി വെച്ചു കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഏഷ്യൻ സ്റ്റോർ, എച്ച് മാർട്ട്. മഴക്കാറുള്ള ഒരു ദിവസം കേട്ടോ ഇന്ന്. നമ്മൾ അടുത്തത് വന്നേക്കുന്നത് സാംസ് ക്ലബ് എന്ന് പറഞ്ഞിട്ടൊരു ഹോൾസെയിൽ സ്റ്റോറിലാണ്. യൂഷ്വലി നമ്മൾ സാധനങ്ങളെല്ലാം വാങ്ങുന്നത് കോസ്കോ എന്ന് പറയുന്ന സ്റ്റോറിൽ നിന്നാണ്. പക്ഷെ ചില സാധനങ്ങൾ മാത്രം നമ്മൾ വാങ്ങുന്നത് സാംസിൽ നിന്നാണ്. സാക്ഷി എന്നെ ഇങ്ങനെ അന്തം വിട്ട് നോക്കിയിരിക്കുന്നു, ഞാനിത് ആരോടാ സംസാരിക്കുന്നതെന്ന്. അല്ലേ ചേച്ചി? നമ്മൾ സാധാരണ സാധനങ്ങൾ വാങ്ങുന്ന കോസ്കോ എന്നാണ്. ഇന്നിപ്പോൾ പ്രത്യേക ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെ വന്നേക്കുന്നത് സാംസിൽ. അതിനുവേണ്ടി മാത്രം മെമ്പർഷിപ്പ് കയ്യിൽ വെച്ചേക്കുന്ന ആൾക്കാരാണ് നമ്മൾ. കോസ്കോ പോലെ തന്നെയുള്ള സ്ഥലമാണ്, പക്ഷെ അമ്മയുടെ വന്നിട്ടില്ല, ഫസ്റ്റ് ടൈം സാംസിൽ. പക്ഷെ എല്ലാം സെയിം തന്നെ അമ്മ. അതായത് കോസ്കോയും സാംസും ബേസിക്കലി സെയിം സംഭവങ്ങളൊക്കെ തന്നെ, പക്ഷെ ബ്രാൻഡിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ഇത് നമ്മുടെ ചോക്ലേറ്റ്സിന്റെ സെക്ഷനിലാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഇതുണ്ടോ M&M's ജൂലൈ 4th വേർഷൻ, അമേരിക്കൻ ഫ്ലാഗിന്റെ കളറുകളിൽ മാത്രം. ഈ സ്റ്റോറിൽ നിന്നും നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അതെല്ലാം വാങ്ങി ഇവിടെ ഞാൻ സാക്ഷീനെ ഇങ്ങനെ കിഡ്സിൻ്റെ ബുക്സ് കണ്ടപ്പം അവളെ ഒന്ന് കാണിച്ച് നോക്കുമായിരുന്നു. അവൾക്ക് ഇതിലെന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി. കാരണം എനിക്കും ഏട്ടനും യാതൊരു താല്പര്യവും ഇല്ലാത്തൊരു സംഭവമാണ് ബുക്സും റീഡിങ്ങും ഒക്കെ. പക്ഷേ അവൾക്കിത് കണ്ടപ്പം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് സാധനമൊക്കെ വാങ്ങി ചെറിയൊരു സ്നാക്കൊക്കെ കഴിച്ച് ഇവിടെ ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിക്കുക. ഇത്തവണ വൈകിയാണ് ചെക്കൗട്ടൊക്കെ ചെയ്യുന്നത്. ഇവിടെയെല്ലാം സെൽഫ് ചെക്കൗട്ട് സിസ്റ്റമാണ്. വൈകി അത്യാവശ്യം ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത്. അതേപോലെ എന്തെങ്കിലും അഡൽട്ട്സിന് മാത്രം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ നമ്മൾ വാങ്ങുന്നുണ്ടെങ്കിൽ മാത്രം അവരുടെ അസിസ്റ്റൻസ് വേണ്ടി വരും. അപ്പോൾ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനിയും വീട്ടിൽ പണികളുണ്ട് കേട്ടോ, അമ്മ പോകുന്നതിന് മുമ്പ് തീർക്കാൻ. പോരാത്തതിന് ഇന്ന് നമുക്കൊരു ഡിന്നർ ഇൻവൈറ്റും കൂടിയുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് തിരിച്ചിറങ്ങി. സത്യം പറഞ്ഞാൽ ഇത്തവണ അമ്മ പോകാറായപ്പോഴത്തേക്ക് ആകെ വെപ്രാളമായിട്ടോ. കുഞ്ഞിനെ സത്യം പറഞ്ഞാൽ അമ്മയുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഒരു കാര്യങ്ങളും അവളുടെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അമ്മ എല്ലാ കാര്യങ്ങളും നോക്കുമായിരുന്നു. അവളെ തനിയെ ഞാൻ നോക്കിയത് ആകെ 2 മാസം മാത്രമാണ്. അതിനുശേഷം ഫുൾ ടൈം അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവൾക്ക് 8 മാസമായി. ആ സമയം എത്രയും അമ്മ നോക്കിയതുകൊണ്ട് അവളുടെ പല കാര്യങ്ങളും എനിക്ക് അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഇനി വേണം എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട്.
ഔട്ട്ഡോർ പാറ്റിയോയിലുള്ള ഫർണിച്ചറിലിരുന്ന കുഷ്യൻസിൻ്റെ എല്ലാം കവേഴ്സ് വാഷ് ചെയ്ത് എല്ലാം അതത് തിരിച്ച് ഇട്ട് വയ്ക്കുന്നതാണ് ഈ രംഗങ്ങൾ. ഇടയ്ക്കിടയ്ക്ക് ഈ മുകളിലേക്ക് നോക്കുന്ന എന്താണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അവിടെ നിറച്ച് വാസ്പ്. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. വാസ്പ് എന്ന് പറഞ്ഞാൽ കുളവി. അപ്പോൾ അത് കുത്തുമോ എന്നുള്ള ടെൻഷൻ കാരണമാണ് ഇടയ്ക്കിടയ്ക്ക് അതിനെ മുകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു നിർത്തിയത്, അമ്മ പോകുന്നത് പെട്ടെന്ന് 2 ആഴ്ച മുമ്പാക്കിയപ്പോഴത്തേക്ക് തന്നെ ആകെ വെപ്രാളമായി എനിക്ക്. കാരണം ഒന്ന്, ഇത്രയും നാൾ കൂടെ നിന്നിട്ട് അമ്മ പോകുന്നതിൻ്റെ വിഷമം ഭയങ്കരമായിട്ടുണ്ട്. അതിൻ്റെ കൂടെ സാക്ഷിയെ എങ്ങനെ ഒറ്റയ്ക്ക് നോക്കും എന്നുള്ളതിൻ്റെ ഒരു ടെൻഷനുമുണ്ട്. എല്ലാം കൂടെ ആകപ്പം ആകെ ബുദ്ധിമുട്ടിലായി. എന്തായാലും കുഴപ്പമില്ല, അമ്മയ്ക്കും ഒരു ബ്രേക്കൊക്കെ വേണമല്ലോ. അമ്മ പോയി അടിച്ച് പൊളിച്ചിട്ടൊക്കെ തിരിച്ചു വരട്ടെ. ഏതായാലും 6 മാസം കഴിഞ്ഞ് തിരിച്ചു വരാം എന്നുള്ള വാക്കാലാണ് ഇപ്പം തിരിച്ചു പോകുന്നത് കേട്ടോ. എന്തായാലും ഇനി അങ്ങ് ദൂരെ എവിടെയോ ഒരു വെളിച്ചം എന്ന് പറയില്ലേ, എന്ന് പറഞ്ഞ പോലെയുള്ള അവസ്ഥയാണ് എൻ്റെത്. അമ്മ ഇനി ഒരു 6 മാസത്തിന് ശേഷം വരുന്നതും കാത്ത് ഞാനിവിടെ ഇരിക്കും, അത്ര തന്നെ. വൈകേനെ ഏകദേശം ഒരു 2.5 വയസ്സ് ആയതിന് ശേഷമാണ് ഞങ്ങൾ ഡേ കെയറിൽ വിട്ട് തുടങ്ങിയത്. അതായത് അവൾ സംസാരിക്കാനൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് ഡേ കെയറിൽ വിട്ട് തുടങ്ങിയത് എന്ന് വേണം പറയാൻ. സാക്ഷിയെയും ഏകദേശം ആ ഒരു പ്രായം വരെയെങ്കിലും എൻ്റെ കൂടെ വെച്ച് വളർത്തണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. കാരണം ഇവരൊക്കെ പെട്ടെന്ന് വലുതായി പോവില്ലേ, അപ്പം ഇവർക്കൊന്നും നമ്മളെ ഇത്ര ആവശ്യം ഉണ്ടാവില്ല. അവർക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മുടെ സമയം കൊടുക്കുക എന്നുള്ളതേ ഇവിടെ ചെയ്യാനുള്ളൂ. അത് ഞാൻ കൊടുക്കുന്നുണ്ട്, യാതൊരു റിഗ്രറ്റും കൂടാതെ. പിന്നെ എൻ്റെ ജോലിയിലുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി കൂടി ഉള്ളത് കൊണ്ടാണ് കേട്ടോ, ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല. യാത്ര പോകുന്നത് അമ്മയാണേലും തിരക്കിട്ട് പണിയൊക്കെ തീർക്കുന്നത് ഞാനായിരുന്നു. ഷോപ്പിങ്ങും ക്ലീനിങ്ങും ലോണ്ടറിയും അയണിങ്ങും അങ്ങനെ എല്ലാ പണികളും തീർത്ത് വെച്ചിരിക്കുകയായിരുന്നു. കാരണം അമ്മ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാക്ഷിയെ ഒറ്റയ്ക്ക് എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളത് ഒരു പേടിയുള്ളത് കൊണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നാളത്തേക്ക് സർവൈവ് ചെയ്യാനുള്ള ഫുഡൊക്കെ അമ്മ കുക്ക് ചെയ്ത് ഫ്രീസറിൽ ആക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഒരാശ്വാസമായി. ഇനി നമ്മൾ പാക്കിങ്ങിൻ്റെ ഒക്കെ തിരക്കിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ ബൈ.